ഹായ് കൂട്ടുകാരെ, വിജിത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ നടയിലുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. ആ ഉത്സവ കാഴ്ചകളും രാത്രിയുള്ള യാത്രയുമാണ് കേട്ടോ. ഇതിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ എഴുന്നള്ളിപ്പും ഫ്ലോട്ടുകളും ലൈറ്റുകളും ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് കണ്ണേറ്റുമുക്ക് കാവിലമ്മ അമ്പലത്തിൻ്റെ ഉത്സവം ആണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ രാത്രി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ലൈറ്റും പാട്ടും ഡാൻസും നല്ലൊരു മേളം തന്നെയായിരുന്നു. ഞങ്ങൾ രാത്രി നല്ല വെടിക്കെട്ടും ലൈറ്റും നല്ല അലങ്കാരങ്ങളും റോഡലങ്കാരവും എല്ലാം നല്ല സെറ്റായിരുന്നു. ഓരോ ടീമിൻ്റെ ഓരോ മുക്കിൽ ഓരോ ടീമിൻ്റെതായിരുന്നു. നല്ല അവിടെ ആണെങ്കിൽ പടക്ക് പൊട്ടുന്നുണ്ട്. പിന്നെ ഡാൻസ് റോഡിൽ ഡാൻസ് മേളവും പണ്ടൊക്കെ ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു. രാത്രി അടിപൊളിയായിരുന്നു. ഇതെല്ലാം കണ്ട് വണ്ടിയിൽ യാത്രയെ നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾ പിന്നെ റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തിയപ്പോൾ അത് പൊട്ടുകയാണ് കമ്പം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കമ്പം കണ്ടുകൊണ്ട് നിന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ നടയിലൊക്കെ പോയി അവിടെ ഫ്ലോട്ടും ഇതെല്ലാം കണ്ടു. സംഭവം നല്ല അടിപൊളിയായിട്ട് പൊട്ടുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ക്ഷേത്രത്തിൻ്റെ നടയിലോട്ടൊക്കെ പോയി. പോണ വഴിയിൽ ഫ്ലോട്ടും മറ്റേ തെയ്യത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എഴുന്നള്ളിപ്പ് വരണ വരെ ഞങ്ങൾ കാത്തു നിന്നില്ല. ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങി തിരിച്ചു വന്നു. രാത്രി 12 മണിക്കാണ് കേട്ടോ ഈ യാത്ര. രാത്രി 12 മണിക്ക് ഞങ്ങൾ നാട് ചുറ്റാൻ പോയ കഥയാണിതിൽ. എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു നമുക്ക് ആ രാത്രി. ഈ ലൈറ്റിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയിൽ ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാ ആൾക്കാരും ഉണർന്ന് ദേവിയെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഒരു കാഴ്ച. നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഉണർന്നിരുന്ന് ദേവിയെ വരവേൽക്കാൻ രാത്രി 12 മണിക്കാണ് കേട്ടോ ഇതൊക്കെ. ദേവിയെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന അവരുടെ അമ്പലത്തിൽ അവരുടെ ഫ്ലോട്ടാണിത്. ഫ്ലോട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കലാരൂപങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ബ്ലോക്കായത് കാരണം നമുക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് കലാരൂപങ്ങളും താലപ്പൊലിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. ഗാനമേളയും ഒക്കെ സെറ്റായിരുന്നു. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വണ്ടി കൊണ്ടുപോയി ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി വന്നു. രാത്രി പൊതുവെ അങ്ങനെ യാത്ര ഇല്ലാത്തതാണ്. പക്ഷേ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ആദ്യത്തെ യാത്രയാണിത്. അതുകൊണ്ട് തന്നെ നല്ലോണം ഞങ്ങൾ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് യാത്ര ചെയ്ത് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ണേറ്റുമുക്ക് ജംഗ്ഷൻ വരെ വണ്ടിയിൽ പോയി ഈ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്ത് വഴിനീളമുള്ള അലങ്കാര പണികളെല്ലാം കണ്ട് ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു മോൻ്റെ പാട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഗാനമേള കേട്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. ഈ ലൈറ്റും വെട്ടവും ഇതൊക്കെ ഈ ഗാനമേളയും മക്കളുടെ ഡാൻസും കണ്ട് കുറേ നേരം അവിടെ നിന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീണ്ടും രാത്രി 1 മണിയോളമായി ഞങ്ങൾ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ. ഇതെല്ലാം കണ്ട് മക്കളുടെയൊക്കെ ഡാൻസ് സെറ്റായിരുന്നു.
ഞങ്ങൾ തിരിച്ചു വന്ന വഴിയിൽ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ അവിടെ വീഡിയോ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൊജക്ടറിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് വീണ്ടും തിരക്കിനിടയിൽ കൂടി ഞങ്ങൾ വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് വരാണ്. വഴിയിൽ ഓരോ ടീമുകളുടെ അലങ്കാരങ്ങളും പാട്ടും ഡാൻസും ഇതെല്ലാം കണ്ട് ഞങ്ങൾ രാത്രി ഒരു അടിപൊളി വൈബ് യാത്രയായിരുന്നു അതെല്ലാം കഴിഞ്ഞു. കണ്ടു നോക്കൂ. അങ്ങനെ ഞങ്ങൾ ചേട്ടന്മാരുടെ ഡാൻസൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ട് ഗാനമേളയൊക്കെ കേട്ട് കറങ്ങി തിരിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് നേരം ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ടിരുന്നു ഇവരെ ഡാൻസ് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ, മണി 1 അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയോട് കൂടി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.